കടയിലെ സ്റ്റാഫേ ആ. ജോലിക്ക് വന്നു തുടങ്ങിയ സമയമായിരുന്നു. ആ സമയത്ത് അവിടെ സൗന്ദര്യ പ്ലേസിന്റെ മുന്നിൽ വെച്ച് ഒരു പട്ടി ചാടിയാളുടെ മേത്തിക്ക് വീണ് കടിക്കുക കൈമേ മാന്ത കടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ 4 പേരെ ഇതേമാതിരി എന്നെ പട്ടി കടിച്ചു കൊണ്ടുവന്നു. ഒരു കറുത്ത പട്ടി എന്ന് പറയുന്നത്. ഒരു കറുത്ത പട്ടി കറുത്ത പട്ടി ഒരു സ്ത്രീനെ ഇന്ന് ഇന്ന് അവിടെ ഒരു സ്ത്രീ കൊണ്ടുണ്ടായിരുന്നു. ഒരു തമിഴ് സ്ത്രീയാണ്. അതിനെയും പട്ടി കടിച്ചെന്ന് പറയുന്നത്. 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ പട്ടി കടിച്ചിട്ട്. അപ്പൊ അവനപ്പോ ഒരു 3-4 ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ കൊണ്ടുപോകണം. അങ്ങനത്തെ കുറെ ഇപ്പൊ ആള് പോയി ഇഞ്ചക്ഷൻ എടുത്തോ? ഞാൻ ഇപ്പൊ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത 3 ദിവസം കഴിയുമ്പോ പോകണം. അങ്ങനെ ഒരു ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ പോകണം. അവിടെ ഒരു ഡോസ് 4 ഡോസ് ആയിട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയിൽ തെരുവുനായയുടെ ശല്യം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. തെരുവുനായയുടെ ആക്രമണത്തിൽ ഇന്ന് ഞായറാഴ്ച 3 പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. അതിൽ നമ്മുടെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലുള്ള GK ഫ്ലവേഴ്സിലെ അവിടുത്തെ തൊഴിലാളിയായിട്ടുള്ള സനിദുൽ ഇസ്ലാം 19 വയസ്സെന്ന ചെറുപ്പക്കാരൻ നടന്നു വരികയായിരുന്നു. ആ നടന്നു വരുന്ന സമയത്താണ് ഇന്നലെ കടിച്ച അതേ നായ, കറുത്ത നായ ഈ തൊഴിലാളിയുടെ ദേഹത്തേക്ക് കയറുകയും ഈ തോളലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കടിച്ചിട്ടുള്ളത്. ബനിയനെല്ലാം ടീഷർട്ടെല്ലാം കീറി ഇവിടെയാണ് കടിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ വേറെ 2 പേരെയും ഇന്ന് കടിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂടെ സൈക്കിളിൽ പോയിരുന്ന വെസ്റ്റ് ചാലക്കുടി സ്വദേശി തോമസ് അമ്പൂക്കൻ 62 വയസ്സ്, പടിഞ്ഞാറ ചാലക്കുടിയിലെ തോമസ് അമ്പൂക്കൻ 62 വയസ്സ്. അതുപോലെ തന്നെ കൂടപ്പുഴയിലുള്ള ഒരു തമിഴ് സ്ത്രീയായിട്ടുള്ള വിജയലക്ഷ്മി 70 വയസ്സെന്ന വയോധികർക്കും പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട്. സമാനമായിട്ടുള്ള നായ തന്നെയാണ് കടിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2 ദിവസങ്ങളിലായിട്ട് ഇന്നലെയും ഇന്നുമായി 6 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. ചാലക്കുടി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ തെരുവുനായയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് 6 പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. ഇത് നഗരസഭാ അധികാരികൾ യാതൊന്നും ഈ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകും. ഇന്നലെ കടിച്ച ആ പട്ടിയെ അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഏതൊക്കെ പട്ടികളെ ഇനി കടിച്ചിട്ടുണ്ട്. ചാലക്കുടിയിൽ അതീവ സങ്കീർണമായ രീതിയിലേക്ക് തെരുവുനായ ശല്യം പോകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങുന്നത്. വെറുതെ മിണ്ടാതെ ഇരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. തെരുവുനായ്ക്കൾ വഴിയിലൂടെ പോകുന്നവരൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. വയോധികരായ കടിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളെ കടിക്കുന്നു. ഇത് വലിയ വിഷയത്തിലേക്ക് തന്നെ പോകും. ഒന്നും ചെയ്യാതെ ഈ തെരുവുനായ പ്രശ്നം അത് കണ്ടില്ലെന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ നാളുകളിൽ ഇത് ഉണ്ടാകുമെന്ന് വീണ്ടും ദുരന്തങ്ങളായിരിക്കും. കാരണം ആളുകൾ കൂടുന്നിടത്തൊക്കെ ഈ കറുത്ത പട്ടി പലരെയും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 3 പേരും വന്ന് അവർ ഇഞ്ചക്ഷൻ എടുത്ത് പോയിരിക്കുകയാണ്. ഇനിയും എത്ര പേരെ കടിച്ച് ഇവിടെ വരുമെന്നുള്ള ഒരു പിടിയില്ല. കറുത്ത പട്ടി കടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ എവിടേക്കാണ് പോയെന്നുള്ള ആരും കണ്ടിട്ടില്ല. ഇന്നത് വീണ്ടും കടിക്കുന്നു. ഈ ചാടി കഴുത്തിൻ്റെ താഴെയുള്ള ഭാഗങ്ങളാണ് കടിക്കുന്നത്. നമുക്കറിയാം ഈ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എടുത്തു കഴിഞ്ഞ് സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങൾ. ഇത് കടിക്കുന്നത് തലയിലോ ചെവിയുടെ അവിടെയൊക്കെ ആണെങ്കിൽ വാക്സിൻ എടുത്തിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പെട്ടെന്നായിരിക്കും ഇതിൻ്റെ രോഗാണുസംക്രമണം നടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. തെരുവ് നായകൾ അഴിഞ്ഞാടുകയാണ്. ചാലക്കുടി നഗരസഭയുടെ വിവിധ അതിർത്തികളിൽ വിവിധ പ്രദേശങ്ങളിൽ ശ്രദ്ധിച്ചു പോവുക. ഒരു കറുത്ത പട്ടി പലരെയും കടിച്ചുകൊണ്ടിരിക്കുകയാണ്.